ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഒരു മാരേജ് ഫംഗ്ഷനാണ്. അതും നമ്മുടെ നാട്ടിലുള്ള ഒരു ലോറിയൽ ഗാർഡനിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്ത് രസമല്ലേ ഈ രാത്രിയിൽ ഈ ലൈറ്റ് സെറ്റൊക്കെ കാണാൻ തന്നെ. അപ്പോൾ നമ്മുടെ ലിയോ ദാ ഇവിടെ ഒരാളുമായിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുറേ ഗാർഡൻസ് ഒക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് പക്ഷേ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു സൈഡിലേക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കുട്ടികൾക്ക് കളിക്കാനായാൽ തന്നെ ഒരുപാടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതായത് കുറച്ച് ഗ്യാപ്പ് എടുത്ത് നമ്മൾ കഴിഞ്ഞൊരു കല്യാണത്തിനാണ് തോന്നുന്നത് ഇതിൽ ലാസ്റ്റായിട്ട് വന്നത്. അതിന് മുന്നേ ഒക്കെ വരുമ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു ഫംഗ്ഷനിൽ വന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയും. ഫസ്റ്റ് ടൈം അങ്ങനെ ഇല്ലായിരുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കയറി കണ്ടിട്ടൊക്കെ പോകാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. പിന്നെ സ്റ്റേജ് അലങ്കാരം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഡെക്കറേഷനായിരുന്നു. ഇവിടെ മാരേജ് മാത്രമല്ല, ബർത്ത്ഡേ പ്രോഗ്രാം, അല്ലാത്ത പാട്ട് കച്ചേരി അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇവിടെ വെച്ച് നടത്താറുണ്ട്. പിന്നെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് തന്നെ കുട്ടികളുടെ രീതിയിൽ കളിച്ചോളും, നമുക്ക് പാർട്ടി എൻജോയ് ചെയ്യാം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക കാമായിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തീർച്ചയായും വരിക, കാണാൻ ഗാർഡൻസ് വാങ്ങാം. അപ്പോൾ നമ്മുടെ ലിയോക്കുട്ടിന് ഇവിടെ ഹാപ്പി ആയിട്ട് പിള്ളേരൊപ്പമൊക്കെ കറങ്ങുന്നുണ്ട്. ലിയോക്ക് ഇങ്ങനെ കളിക്കുന്ന സാധനമെല്ലാം കണ്ടുകൊണ്ട് തന്നെ ലിയോയ്ക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ മറിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സൈലൻ്റായിട്ട് ഇരുന്ന് കളിക്കുന്നുണ്ടെങ്കിലും ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ടിട്ടും അവനിങ്ങനെ പുറകെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നല്ല, കാരണം വീടിൻ്റെ ഉള്ളിലല്ലേ, എപ്പോഴും അങ്ങനെ പുറത്ത് കൂട്ടില്ല. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ അകത്ത് കയറാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, താഴോട്ടിറങ്ങിയ കുറേ ഗാർഡൻസൊക്കെ നമുക്ക് സെയിൽ ചെയ്യേണ്ടത് അവരോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. ഇപ്പോൾ ലിയോക്കുട്ടിനോട് ആടെയെല്ലാം കയറുന്നത് കൊണ്ടും അമ്മ പുറകെ നടക്കുന്നതുകൊണ്ടും എനിക്ക് വീഡിയോ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ കളിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ചൊരു കുറവ് പോലെ, എനിക്ക് മുന്നേ വന്നതിനെക്കാട്ടി കുറച്ച് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനിപ്പോൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് അവരങ്ങോട്ട് മാറ്റി വെച്ചതായിരിക്കാം. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് കണ്ട് എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കുക എന്നതുള്ളത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അത് ലിയോ ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ടങ്ങ് എടുത്ത് സമാധാനിക്കുക. ലിയോയ്ക്ക് ഫോട്ടോ എടുക്കുന്നതിന് തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മളൊരു യുദ്ധം കളിക്കണം. പിന്നെ ഇപ്പോൾ തോളെ പിടിച്ച് കയറിയിരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു വണ്ടി കണ്ടിട്ട് പേടിച്ചിട്ടാണ് അമ്മേൻ്റെ തോളെ കയറിയിരിക്കുന്നത്. പേടിച്ചിട്ട്, അല്ലാണ്ട് ഇവനിങ്ങനെ അടങ്ങിയിരിക്കുന്ന ടൈപ്പൊന്നും അല്ല. താഴേന്ന് മേലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി അവർക്കുണ്ട്. അപ്പോൾ ആ വണ്ടി വരുന്നതിൻ്റെ ഹോണടി കേട്ടിട്ടാണ് ഇവൻ ഈ പേടിച്ച് കയറി ഇരിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ കുറച്ച് താഴോട്ട് വന്നിട്ടല്ല, അവിടെയും അവരിങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. ഞാൻ വന്ന സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഓരോ സമയത്ത് ഇവർ ഓരോന്നും വെറൈറ്റി മാറ്റിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അന്ന് നമ്മൾ വന്നപ്പോൾ കുറേ വേറൊരു മോഡലായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ മേലോട്ട് പോകുന്നത് വെച്ചാൽ ഒരു ഗ്ലാസ് മാത്രം സെറ്റ് ചെയ്ത് സ്റ്റെയർ പോലൊക്കെ ഉള്ള ഭാഗത്തേക്കാണ്. കണ്ടില്ലേ? അപ്പം നമ്മൾ വിചാരിച്ച് ലിയോയ്ക്ക് പേടിയുണ്ടാവും. പക്ഷേ ലിയോ അതൊന്നും മൈൻഡ് ആക്കത്തില്ല, അവൻ നടന്നങ്ങ് പോവാണ്. പക്ഷേ ലല്ലുലൊരു ഇതുപോലെ പിന്നെ അങ്ങോട്ട് മേലോട്ട് കയറി വരുമ്പോൾ ഫുള്ള് ഗ്ലാസ്സാണ് കഴിച്ചത്. അപ്പോൾ താഴെ നല്ല പ്ലെയിനായിട്ട് കാണുന്നത് നമുക്ക് ചവിട്ടാൻ തന്നെ ഒരു പേടിയായിരിക്കും. അപ്പോൾ അത് അമ്മയൊക്കെ അതുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ മുന്നേ ഇങ്ങനെ ഇത്രയ്ക്ക് ഗ്ലാസ് ആയിട്ട് ഇല്ലായിരുന്നു തോന്നുന്നു. അതങ്ങോട്ട് എനിക്കങ്ങനെ ഓർമ്മയില്ല ഗൈസ്. അങ്ങനെ ഇത്രയ്ക്ക് ഗ്ലാസ് ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. ഗ്ലാസ് ഇല്ലായിരുന്നു തോന്നുന്നു. പിന്നെ നമ്മൾ എന്തായാലും കയറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് മേലെ നിന്നിട്ട് താഴത്തെ വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ എന്തായാലും കയറി. ഇതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുറേ ഗാർഡൻസ് വെച്ചിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആർട്ടിഫിഷ്യലും അല്ലാതെ നോർമൽ ഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതും അങ്ങനെ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്തായാലും ഒരു പേടിയുണ്ട്, കറക്റ്റായിട്ടൊന്നും അല്ല ക്യാമറ പിടിച്ചതെന്നറിയാം. പേടിയിൽ തന്നെയാണ് മുന്നോട്ട് ചവിട്ടി പോയത് തന്നെ. അപ്പോൾ എങ്ങനെയായി ഈ ഭാഗത്ത് ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയല്ലായിരുന്നു, കുറേ ഊഞ്ഞാലും അങ്ങനത്തെ കുറേ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും കൂടുതൽ ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഓരോ ടൈമിലും ഓരോരോ മോഡൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. അതാണ്. ഇനി നമ്മൾ അവിടുന്ന് തിരിച്ച് നേരെ താഴോട്ടേക്ക് ഇറങ്ങുവാണ്. തിരിച്ചിറങ്ങുമ്പോൾ നല്ലൊരു പേടിയുണ്ട്. കാരണം പോയ പോലെ അല്ലായിരുന്നു, തിരിച്ചിറങ്ങുമ്പോൾ എന്തോ ഒരു മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു ഗാർഡനിലെ ഓണറിൻ്റെ വീട്.
അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് അതിനും താഴെയായിട്ട്, അതായത് ആ ഒരു ഓണറിൻ്റെ വീട് ഞാൻ കാണിച്ചിരുന്നില്ലേ, അവരുടെ മക്കൾക്കും അവരുടെ ഫാമിലീസിലൊക്കെ ആരിലൊക്കെ വരുമ്പോൾ കളിക്കാൻ വേണ്ടി മാത്രം ഇവരൊരു സെക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ അവർക്ക് മാത്രം കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ കളിക്കാനും അവർ അനുവദിക്കും. അപ്പോൾ ലിയോയ്ക്ക് കയറിയിട്ട് ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ലിയോ തന്നെ കയറി പിടിച്ചൊക്കെ കയറുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ലിയോയ്ക്ക് ഊരിക്കളിക്കാനൊക്കെ ഭയങ്കര പേടിയായിരിക്കുമെന്ന്. പക്ഷെ ലിയോ ഒരു കൂസലും ഇല്ലാണ്ടാണ് ലിയോ കയറി ഇറങ്ങിയൊക്കെ ചെയ്തത്. അവനൊരു പ്രശ്നമില്ലായിരുന്നു ഊരാനും എടുക്കാനും ഒക്കെ. ഞാൻ വിചാരിച്ച് ഇതിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ ഊരിയിട്ടൊന്നും അങ്ങനെ ഇത്ര ഇതിൽ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. കാരണം ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തോട്ട് തന്നെ വരുന്നത്. കാരണം പുറത്തിറങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നെങ്കിൽ മഴയുണ്ടാവും. ഇപ്പോൾ കുറേ അടുപ്പിച്ച് മഴ തന്നെയായിരുന്നു. നമുക്കങ്ങനെ ലിയോനെ കൂട്ടിയിട്ട് പുറത്ത് പോകാൻ അങ്ങനെ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമ്മൾ അങ്ങനെ പുറത്ത് പോക്കും കുറേ നാൾക്ക് ശേഷമാണ്. ഒരു കുറവാണ്. ഒന്നാമത് ലിയോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറെ ഒരു പ്രത്യേകതര കളിയാണ്. കാരണം അവനെ കൈ പിടിക്കേണ്ട, അവനിങ്ങനെ വെറുതെ വിടണം, അങ്ങനെ അവന് ഫ്രീ ആയിട്ട് വിടണം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഏരിയയിൽ അവനെ ഫ്രീ ആയിട്ട് വിട്ടാൽ നമുക്കത്ര പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലിയോ കുട്ടനെ കണ്ടില്ലേ ഊരി കളിക്കുന്നത്. അവൻ നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത്. അവൻ തന്നെ ഇങ്ങനെ ബലം കൊടുത്താണ് ഊരുന്നത്. നമ്മൾ പോലും അവനെ പിടിച്ചിട്ടില്ല. അപ്പം അവൻ അതിനൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പം ഇവിടെ കുറച്ച് ബേഡ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അതിലേക്കൊക്കെ ലിയോ പോയി തൊടുന്നുണ്ട്, കോഴി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും അമ്മ ഇതാരെ കുനിഞ്ഞു നോക്കുന്നത്, വേറെ ആരല്ല നമ്മുടെ ലിയോ കുട്ടിനവിടെ സ്റ്റക്കായി നിന്നിട്ടുള്ള. അപ്പോൾ ലല്ലി ഇവിടെ ഊരി വന്നിട്ടും ലിയോ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇതിങ്ങനെ താഴോട്ട് വരണമല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും. ആടെ ഇങ്ങോട്ട് വരാൻ പുള്ളിക്കാരനൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വിട്ടുകൊടുത്തിട്ടില്ല. ആള് ഇറങ്ങി ഇങ്ങനെ എത്തിയിട്ടുണ്ട് താഴേക്ക്. കളീൻ്റെ ഇടയിൽ പിന്നെ വീണാലൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് എങ്ങനെയും കളിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയിലാണ് ലിയോ കുട്ടൻ. അങ്ങനെ ഇരിക്കുക നമ്മുടെ ലിയോയ്ക്ക് ലിയോൻ്റെ സൈസിലൊരു ക്യൂട്ടായിട്ടൊരു കാറ് കിട്ടിയിട്ടുണ്ട്. ലിയോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനി കളിക്കാൻ പോവാണ്. അപ്പോൾ ലിയോയ്ക്ക് വണ്ടിയിൽ നിന്ന് ഭയങ്കര ഇഷ്ടമാണ്, വണ്ടി പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ആൺകുട്ടികൾക്ക് വണ്ടികളോടൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടമായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ലിയോ കുട്ടിന് ഇവിടെ കളിക്കുന്നുണ്ട്. ഇവൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു. അവന് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെയായിരുന്നു കളിക്കാൻ. അപ്പോൾ പുറത്ത് പോകണമെങ്കിലും ആരെങ്കിലും വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വണ്ടിയിൽ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വണ്ടീനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അവന്. അപ്പോൾ ആ നേരത്ത് നമ്മളിവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ പോകണം. അതിന് ഇവിടുന്ന് ഇവന്മാരെ വലിച്ചെടുക്കുക എന്നതുള്ളതായിരുന്നു ഭയങ്കര വലിയൊരു ടാസ്ക്. ലിയോയ്ക്ക് പിന്നെ പറയേ വേണ്ട, അവൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരെ സമ്മതമില്ലായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അവന്മാരെ പിടിച്ചുകൊണ്ട് അവിടെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് ഇവിടെയാണ് ഫുഡിന് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ ബൊഫെ ആയതുകൊണ്ടും പല ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയത് ബിരിയാണിയാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചു. അമ്മയും ലിയോയും അങ്ങോട്ട് കഴിച്ചിട്ട് എണീറ്റു. ലിയോ ഉള്ളതുകൊണ്ട് തന്നെ അധികം നമുക്കങ്ങനെ വീഡിയോസ് കഴിക്കുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നേരെ താഴേക്ക് വന്നിട്ടായിരുന്നല്ലേ. അപ്പോൾ ലിയോ ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ സ്ഥലം വരുന്നത് നമ്മുടെ ഒസമോട്ടോ ആണ്. അതായത് തലശ്ശേരിക്കാർക്കൊക്കെ മനസ്സിലാവും, പുന്നോലി കഴിഞ്ഞിട്ട് പിന്നെ ഒസമോട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ലോറിയൽ ഗാർഡൻ വരുന്നത്. അപ്പോൾ ആരെങ്കിലും വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വേഗം തന്നെ വരിക, കാണുക. അപ്പോൾ ലിയോ കുട്ടൻ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ ഇല്ലായിരുന്നു കേട്ടോ, ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം അവിടെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ ലിയോക്കുട്ടൻ്റെ ഇവിടെ ഡീസൻ്റായിട്ട് ഇരിക്കുന്നത് വെച്ചാൽ കയ്യിലൊരു ഐസ്ക്രീം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ടൈപ്പ് അല്ലാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ലിയോക്കുട്ടനയുടെ ഐസ്ക്രീം നല്ല ക്യൂട്ടായിട്ടൊക്കെ തിന്നുന്നുണ്ട്, മുഖം നിറച്ചെല്ലാക്കി വെച്ചിട്ട്. അപ്പോൾ ലിയോ എൻ്റെ ഐസ്ക്രീം പിടിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഐസ്ക്രീം ഞാൻ കുടിക്കാൻ നോക്കുമ്പോൾ എക്സ്പ്രഷൻ നിങ്ങൾ കാണണോ? ഇപ്പോൾ കാണിച്ചു തരാം. ഒന്നുകൂടി നീങ്ങിയിരുന്നാണ് ഇവിടെ ഇന്നാ ശരിയാവൂല. അത് അവൻ്റെ ഭാഷയിൽ അവൻ എന്നെ എന്തെല്ലാം ചീത്ത വിളിച്ചതാണ് ഗൈസ്. അപ്പോൾ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലിയോ ഉള്ളത് കൊണ്ടും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ ലോറിയൽ കാറിലെ വീഡിയോസും ഒക്കെ എനിക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.